എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഈ പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ നിന്റെ അത്ര വരിയോ എനിക്കില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ക്ലിയോപാട്രയുടെ കിളിച്ചുണ്ട മൂക്ക് കണ്ട് സീസർ ജീവിതം തൊലച്ചു. അതുപോലെ ആകരുത് പ്രകാശമാനം. ജാമ്പയ്ക്ക പോലുള്ളവള് പോയാൽ ആപ്പിള് പോലുള്ളവള് വരും. യു ഫോർഗെറ്റ് ഹർ. ചിയേഴ്സ്. പറയാൻ എളുപ്പമാ, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ലടാ. പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളിൽ നിന്ന് ഇത്തിരി സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പെണ്ണിൽ നിന്ന് മുഴുവൻ സ്നേഹവും പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ നടാ. ആദ്യമൊക്കെ ഒരു തമാശയായിട്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ അവളുമായിട്ട് കൂടുതൽ അടുക്കുകയായിരുന്നു. ഒരുതരം ഫ്രസ്ട്രേഷൻ, ഈഗോ, പൊസീവ്നെസ് ഒക്കെ പറയില്ലേ, എന്തോ ഇപ്പോൾ അവൾ ആരും നോക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. ആയിക്കോട്ടെ, ഇനി എന്താ പ്രയോജനം? അവള് കൈവിട്ടു പോയില്ലേ. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ബി പ്രാക്ടിക്കൽ മാൻ. ശരിയാണ്. പ്രകാശ് മേനോൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാസുദേവൻ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ചിക്കു, അവളെ ഞാൻ മറക്കണോ? ഈ കവളിൽ ചിക്കുവിന്റെ ഒരു മുത്തം കൂടി വേണം വാസുദേവന്റെ ഓർമ്മയ്ക്ക്. അല്ലേലും ഇത് ഞാൻ ഇങ്ങനെയാ. ഒരു നല്ല കാര്യത്തിന് വിളിക്കുമ്പോ അപ്പ പോവും പട്ടിയുടെയും പൂച്ചയുടെയും പുറകെ. അനുക്കുട്ടി എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയോ? ആ, ഭാഗ്യമുള്ള കുട്ടി അനു. നല്ല പയ്യൻ. അവര് തമ്മിൽ നല്ല ചേർച്ച ഉണ്ട് കേട്ടോ. നീ ആരുടെ കാര്യമായി പറയണേ? നമ്മുടെ അനുക്കുട്ടിയുടെ. അവിടെ കല്യാണക്കാരിയൊക്കെ ഏതാണ്ട് ശരിയായി വരുന്നുണ്ട്. ആഹാ, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, നന്നായി. ഏതാ പയ്യൻ? രാജു എന്നാ പേര്. ഡിന്നറിനുണ്ടായിരുന്നു. വന്നിരുന്നെങ്കിൽ കാണായിരുന്നില്ലേ? രാജുവോ? അതേന്നേ, അയാളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി അനുവാ നോക്കുന്നത്. അങ്ങനെയാ അടുപ്പം. എന്താ ഒരു അത്ഭുതം, നിങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടായി. പക്ഷേ രാജുവിന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും ഇത് ഇഷ്ടാവോന്നാ എന്റെ സംശയം. രാജുവിന് ഭാര്യയും കുട്ടിയോ? അതേടി സാറേ, കല്യാണം കഴിച്ച ഭാര്യ ഉണ്ടാവും. ആ കല്യാണം ദൈവനിശ്ചയാണെങ്കിൽ സന്തതി ഉണ്ടാവും. ഇത് രണ്ടും രാജുവിനുണ്ട്. കെട്ടിയ പെണ്ണ് ചത്തിട്ടൂല. എന്തേ? എന്റെ മാതാവേ, ഞാൻ എന്നെ നടന്നേ കേൾക്കുന്നേ. മാതാവിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ അനുവിനെ വിളിച്ചിട്ട് കാര്യം പറ. കല്യാണം കഴിച്ചവർക്ക് അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ടെന്താന്ന്. നിങ്ങൾ ഒരു അക്ഷരം സംസാരിക്കണ്ട. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് അനുവിനെ കിട്ടില്ല. എന്റെ കാര്യം പോട്ടെ, നിറപറയും നിലവിളക്കും സാക്ഷിയാക്കി താലി കെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചോ? സ്വന്തം രക്തത്തിൽ പറന്ന് കുഞ്ഞിനെ പറ്റി ചിന്തിച്ചോ? യു ആർ എ ഡെവിൾ, ഡെവിൾ വിത്ത് an angel's face. മാലാഖയുടെ മുഖമുള്ള ചെകുത്താനാണ് നിങ്ങൾ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓവർ സ്മാർട്ട് ആകണ്ട. ഈ നിമിഷം വരെ നിന്നെ പ്രേമിക്കുന്നോ കെട്ടി കൂടെ പൊറപ്പിക്കാമെന്നോ ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? ഏതോ ഒരു നിമിഷത്തിൽ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. നിനക്കറിയോ, ഞാൻ ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. താലിയും മാലയും ചാർത്തിക്കൊണ്ടുപോയി അകത്തമ്മയാക്കുമെന്ന് നീ മോഹിച്ചു. രാജു, രാജു വാ, കാറിക്കര്. പെർമനന്റ് സെറ്റപ്പിനല്ല, ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അട്ടിച്ച് പള്ളിയാൻ തെറിപ്പിക്കും. വാസുദേവൻ വൈകിപ്പോയി മോളെ, ഒത്തിരി വൈകിപ്പോയി. താനെന്തെങ്കിലും കഴിച്ചോ? ഇയാള് വരാതെ ഇക്കു ഒന്നും കഴിക്കില്ലെന്ന് അറിയില്ലേ? മുത്തച്ഛനോട് കഴിക്കുമെന്ന് നുണ പറയായിരുന്നു. ഇക്കൊന്നും മറന്നുല്ലേ? അനു ആരാന്ന് അവൻ കരുതിയത്? അവന്റെ മയക്കുന്ന ചിരിയും പണവും പത്രാസും ഒക്കെ കണ്ട് മയങ്ങി പോയെന്നായിരിക്കും വിചാരം. സ്നേഹിക്കാൻ ഒരു മനസ്സ്, അത്
അത് മാത്രമേ ഞാൻ കൊതിച്ചുള്ളൂ. പക്ഷെ അവൻ എന്താ എന്താ ഉണ്ട്? ആരോടും ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് എന്തിനെങ്ങനെ? മാഡം പ്ലീസ്. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോ വാസുദേവ? എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണോ മാഡം? അറിയില്ല. ഉള്ളു നോവുമ്പോ കരയാത്തവരില്ലല്ലോ. എന്തിനാ കരഞ്ഞത്? കരഞ്ഞതല്ല, കരയിപ്പിച്ചതാ. ആ രാജു, അയാൾക്ക് ഭാര്യയും കുട്ടികളുണ്ട്. He has got a wife and kid. അതിനെന്താ, ഇവിടെ ഉണ്ടല്ലോ ഒരു മോള്. അതെ ഉണ്ട്. ഞാൻ പ്രസവിക്കാത്ത എന്റെ പൊന്നുമോൾ ചിക്കു. വാസുദേവൻ അറിയോ? ആംസ്റ്റർഡാം, ബ്രസൽസ്, നോർത്ത് കരോലിന, ഏതൻസ്. അതായിരുന്നു മീനുപിള്ളയുടെ, എന്റെ ചേച്ചിയുടെ മനസ്സ്. ആശിച്ചിടത്തേക്ക് സ്കോളർഷിപ്പോട് പഠിക്കാൻ പോയി. ആരും എതിര് നിന്നില്ല. തിരികെ ഫ്ലൈറ്റിൽ മൃതദേഹം എത്തിയപ്പോൾ കൂടെ ഇവളും ഉണ്ടായിരുന്നു. മാസം പ്രായമുള്ള കൈക്കുഞ്ഞ്, എന്റെ ചിക്കു. അച്ഛൻ ഒരു മറുനാടൻ മലയാളി, ക്യാമ്പസ് ബന്ധത്തിലെ ജന്മസൗഹൃദം എന്ന് മാത്രമേ ഡയറിയിൽ എഴുതിയിരുന്നുള്ളൂ. എന്റെ അനുകുട്ടി, ഈ ചെറിയ കാര്യത്തിനാണ് ഇത്രയും ബന്ധപ്പാട്? ഇതൊക്കെ താനിനി എന്നാ പഠിക്കുക? ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞ ഇരട്ടി പണിയാവില്ലോടോ എനിക്ക്. ചായ എന്താ ഒരു വല്ലായ്മ? കുവൈറ്റിലൊരു ഹോട്ടൽ പ്രോജക്റ്റാ. എത്ര നോക്കിയിട്ടും ഒരു പോർഷൻ ശരിയാവുന്നില്ല. 130 മുറികളുള്ള ഹോട്ടലാ. 50 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും കിട്ടുന്നില്ല. ഇതൊന്നും പറഞ്ഞ വാസുദേവന് മനസ്സിലാവും. ഈ ഫൗണ്ടൻ ഇവിടെ നിന്ന് മാറ്റി പ്ലാൻ ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ? ആവശ്യത്തിനുള്ള സ്പേസും കിട്ടും. അല്ലെങ്കിൽ തന്നെ അതിവിടെ ആവശ്യമില്ലല്ലോ. പുറത്തു നിന്നുള്ള ശക്തിയായിട്ടുള്ള കാറ്റ് വീശുമ്പോ ഫൗണ്ടനിലെ വെള്ളം ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂംസിലേക്കായിരിക്കും വീഴുക. ഇതൊക്കെ എങ്ങനെ വാസുദേവൻ അറിയാം? അത് മറ്റൊരു കഥ. പൂഴിമണ്ണിൽ കളിവീട് കെട്ടി കളിച്ചിരുന്ന കാലം തൊട്ടേ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു. മാനം മുട്ട വലിപ്പമുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയപ്പോ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കിയായിരുന്നു. ഓർക്കാപ്പുറത്തായിരുന്നു അച്ഛന്റെ മരണം. പഠിപ്പ് മുടങ്ങി. കെട്ടിടങ്ങളും പ്ലാനുമെല്ലാം വെറുതെ മനസ്സിലിട്ട് താലോലിച്ചു. ആകാശ കൊട്ടാരെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. വാസുദേവൻ എന്തൊരു ടാലന്റാ. റാങ്ക് ഹോൾഡറായ ഞാൻ പോലും കാണാത്ത ഡിഫക്റ്റാ വാസുദേവൻ കണ്ടുപിടിച്ചത്. ഈ സ്കെച്ച് കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ ഐഡിയാസ് തോന്നുന്നു. ചിലപ്പോ അബദ്ധമാവാം. ഏയ്, വാസുദേവൻ പറഞ്ഞോളൂ.
ഇതിലേ പോണ്ട, ഇതുവഴി തന്നെ പോവാം. എന്റെ ജീപ്പ്. എടാ വഞ്ചക, ചതിയാ. തറ കഴുകാനും തട്ടുമുറം തുടയ്ക്കാനും ഉദ്യോഗം പോലും പണയം വെച്ച് നിന്റെ താളത്തിനൊത്ത് തുള്ളി എന്നോട് തന്നെ നീതി ചെയ്യണം. സത്യം പറയടാ, ടെൽമി. ഞാൻ പോലും അറിയാതെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നീ എങ്ങോട്ടാ മറന്നേ? പ്ലീസ് ടെൽമി. അതിപ്പോ നീ അറിയണ്ട. ബിൽഡേഴ്സ് ഇന്ത്യയിലെ ചീഫ് ആർക്കിടെക്ട് പ്രകാശ് മേനോന് പത്നി സമേതം സുഖമായി താമസിക്കാൻ മനോഹരമായ ഒരു സൗധം ഞാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു. മുകുന്ദൻ എന്ന് പേരുള്ള ഒരു എർത്തിന്റെ ആവശ്യം ഇനി എനിക്ക് അവിടെ ഇല്ല. നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. പൊളിക്കുവടാ, എല്ലാം ഞാൻ പൊളിക്കും. വിത്തിൻ 24 hours 20 minutes എരിവും പുളിയും ചേർത്ത് നിന്നെ പറ്റി ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ് നിന്നെ ഞാൻ അവളുടെ മുമ്പിൽ തറ പറ്റിക്കും. യു വിൽ ബി എക്സ്പോസ്ഡ് ബ്ലഡി ഫൂൾ. You fool. വേണ്ട, ബുദ്ധിമുട്ടണ്ട. അതിനു മുമ്പേ ഇത് പൊളിക്കാൻ ഞാൻ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. പ്രകാശ് മേനോൻ ബിൽഡേഴ്സ് ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം അനുവിനോട് വെട്ടി തുറന്ന് പറയുന്നു. ഇവിടെ തുടക്കത്തിൽ ഒരു ഞെട്ടലുണ്ടാവുമെങ്കിലും ഇരു കൈ നീട്ടി അവൾ എന്നെ സ്വീകരിക്കുന്നു. അതിനിടയിൽ എനിക്കിട്ട് വെക്കാമെന്നുള്ള നിന്റെ പൂതി മനസ്സിലിരിക്കത്തുള്ള തെണ്ടി. അതിനിടെ എനിക്കിട്ട് പണിയാവുന്നുള്ള നിന്റെ ബുദ്ധി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ബട്ട് മിസ്റ്റർ മുകുന്ദൻ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവനാണ് പ്രകാശ് മേനോൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന എന്റെ ഈ ഷർട്ടും പാന്റും വരെ ഞാൻ ഊരി മേടിക്കാറ്. എന്നെങ്കിലും അവിടെ ഒരു വേലക്കാരന്റെ വേക്കൻസി വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കാൻ മറക്കത്തില്ല. ഗുഡ് ബൈ. നീ ഞാൻ പുറകിലുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ അനുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. There is a sad news for you. പ്രകാശ് മേനോൻ ഉടനെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അനുവിനെ റിലീവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സർ, ഞാൻ പറയുന്നത് അനുവിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. സാറൊന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും. ഹലോ, 1 minute പ്ലീസ്. എന്റെ നിശ്ചയാവസ്ഥ അനു മനസ്സിലാക്കുന്നില്ല. ഹലോ. ഓ, വിത്ത് ഗ്രേറ്റ് പ്ലേഷർ. മിക്കവാറും ഇന്നലെ ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനു സ്കെച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്യാൻ പ്രകാശ് മേനെ ഏൽപ്പിച്ചും കഴിഞ്ഞു. റിപ്പോർട്ട് തരാമെന്നാ പറഞ്ഞത്. യെസ്, ഈസ് വെരി ബ്രില്യന്റ്. ഓക്കെ. അനു ഇങ്ങനെ വറീഡ് ആയിട്ട് എന്താ കാര്യം? മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞല്ലേ പ്രകാശ് മേനോനെ നേരിട്ട് കണ്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പൊ വാശിയും വൈരാഗ്യവും. ഇനിയും സമയമുണ്ട്. ഇനി കണ്ടിട്ട് പ്രയോജനമൊന്നുമില്ല. അയാള് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തി നോക്കണമെന്ന് എന്റെ അഭിപ്രായം. ദാ പ്രകാശ് മേനോന്റെ അഡ്രസ് MDയുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. തന്റെ കഷ്ടപ്പാടൊക്കെ കേൾക്കുമ്പോ ഒരു സിമ്പതി തോന്നി. ചിലപ്പോ അയാൾ ട്രിവാൻഡ്രത്തേക്ക് തിരികെ പോയാലോ? Excuse me? Anybody inside? Excuse me?